അവർക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞത് ചുമ്മയാണ്. എനിക്ക് ആ ചാനൽ കണ്ടത് കണ്ടു. ഇല്ല, ഇതിന്റെ ഡാഡിയുടെ ഫോട്ടോ ഒക്കെ എൻ്റെ പോലും ഇല്ല. ഫോട്ടോ സിമ്പതി ലെവലിലോട്ടൊക്കെ കൊണ്ടുപോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഫാമിലിയെ ഫുൾ നോക്കിയത്. അപ്പൊ നമ്മൾ പോവാത്തതിനാണ് ഈ ഇത്രയും കഥ ഉണ്ടാക്കിയത്. അച്ഛന്റെ ബ്രദറായിട്ട് കൂടി പോയില്ല. അങ്ങനെ കമന്റ്, നല്ല കമന്റ് നോക്കിയപ്പോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കമന്റ് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു എനിക്ക് തോന്നുന്നു. മോളെ കുറച്ച് അന്വേഷിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നാറില്ലേ? എനിക്ക് എന്റെ പെറ്റ്സിനെയൊക്കെ അന്വേഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ അത്രയും ക്ലീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. എന്റെ ഡോഗ്സിന്റെ പേരൊക്കെ പറഞ്ഞ് ബ്രീഡൊക്കെ പറഞ്ഞൊക്കെ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. ഓ, ഡോഗ് ലവറാണ്, അത്രയും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനൊരു വർക്കിന് പോയപ്പം ഇതുപോലെ ഞാൻ വർക്കിന് പോയ പ്ലേസിൽ ബാക്കിയുള്ള ഡോഗ്സിന്റെ അടുത്ത് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. ഡോഗ് വളർത്തുന്ന ആളാന്ന് പറയുമ്പോൾ എപ്പോഴും അറ്റാച്ച്മെന്റ് തോന്നുമെങ്കിലും അവരുടെ ഡോഗ്സിനെ കുറിച്ച് ഞാൻ കൺസേൺ അല്ല. പക്ഷെ ആൾക്കാർ നമ്മളിങ്ങനെ സൗഭാഗ്യം ഇപ്പോൾ പറഞ്ഞ പോലെ ചോദിക്കുന്ന കണ്ടപ്പോഴാണ് ഞാനും ആ സ്വഭാവം തിരിച്ച് ഡെവലപ്പ് ചെയ്തേട്ടോ. അവരുടെ ഡോഗ്സിന്റെ കാര്യമൊക്കെ ചോദിക്കുക, അവർ വളർത്തുന്ന കാര്യമൊക്കെ ചോദിക്കണം. മറ്റേ ഞാൻ വളർത്തുന്നു, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇരിക്കുന്നു, അങ്ങനെയായിരുന്നു. ക്രിസ് വേണുഗോപാൽ സാറിന്റെ വിവാഹമായിരുന്നല്ലോ. വേണുഗോപാൽ സാർ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്, മീൻസ് റിലേറ്റീവ് ആണെന്നുള്ളൊരു പറയുന്നതൊക്കെ തെറ്റായി. ഓൺലൈൻ പറയുന്നതൊക്കെ ഇതിന്റെ ചാനലിന്റെ പേരെന്താണ്? എന്താണ് സംഭവം നമുക്ക് വിശദീകരിച്ച് അല്ല, അതിനകത്ത് സൗഭാഗ്യയുടെ അച്ഛന്റെ ബ്രദറാണ്. സൗഭാഗ്യ കല്യാണം കഴിഞ്ഞ് ശ്രീകണ്ഠേശ്വരത്താണ് താമസിക്കണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ആര് പറഞ്ഞത്? അവർക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞത് ചുമ്മയാണ്. എനിക്ക് ആ ചാനൽ കണ്ടത് കണ്ടു. അത് ആർക്കാണ് ഇഷ്ടം? അത് പണ്ട ചാനലാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ കേട്ടോ. ഇല്ല, ഇതിന്റെ ഡാഡിയുടെ ഫോട്ടോ ഒക്കെ എൻ്റെ പോലും ഇല്ല. ഫോട്ടോ ഒന്നും പറഞ്ഞു. ചേച്ചിയുടെ, എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോനാണ് ഈ കണ്ണൻ ചേട്ടൻ, അല്ലാതെ അച്ഛൻ്റെ ബ്രദറൊന്നും അല്ല. പല എല്ലാവരും അങ്ങനെ ബ്രദറാണെങ്കിൽ ബ്രദറായിട്ട് കൂടി കല്യാണത്തിന് പോയില്ല എന്തെല്ലാം. എന്നിട്ട് റിസപ്ഷന് പോയപ്പോഴത്തേക്ക് പിന്നെ ഒന്നും പറയാനില്ല. ചുമ്മാ കുറേ ആവശ്യമില്ലാത്ത ന്യൂസ്. ആ കല്യാണമേ കുറേ പേര് ചുമ്മാ ആവശ്യമില്ലാത്ത കുറേ കമൻസും വേണ്ടാത്ത രീതിയിൽ ചുമ്മാ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് പോലെ തോന്നുന്നു. ആക്ച്വലി എല്ലാവരുടെയും പോലെ ഒരു കല്യാണം അത്രയായിട്ടൊക്കെ കണ്ട് അങ്ങ് വിടാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിന് പോയിട്ടുണ്ടായിരുന്നു, വിവാഹ ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. ട്രാവൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ പോവാത്തതിനാണ് ഈ ഇത്രയും കഥ ഉണ്ടാക്കിയത്. അച്ഛന്റെ ബ്രദറായിട്ട് കൂടി പോയില്ല. എനിക്ക് പറയുന്ന അച്ഛന്റെ ജ്യേഷ്ഠന്ന്. എന്റെ അച്ഛനിപ്പോ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ എത്ര വയസ്സായിക്കാണ്? 60 വയസ്സായിക്കാണ്. അച്ഛന്റെ ചേട്ടനായ കണ്ണൻ ചേട്ടന് 49. ജ്യേഷ്ഠന്ന് ആദ്യം എന്റെ ശരിയാണ്, ഏറ്റവും ഇളയ ബ്രദറാണ് കണ്ണൻ ചേട്ടൻ. ഇപ്പം ചേച്ചിയുടെ കസിൻ ആണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അത് ആക്ച്വലി കസിൻ കല്യാണം. അപ്പം എന്താണ് മുറച്ചെറുക്കന്റെ കല്യാണത്തിന് പോകാത്ത എന്തെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് സത്യം പറഞ്ഞ ഇപ്പോഴാണ് മുറച്ചെറുക്കൻ നല്ല ആദ്യം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ന്യൂസൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അതായത് അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ ഫാമിലിയെ ഫുൾ ടേക്ക് ഓവർ ചെയ്ത് നോക്കിയത് കണ്ണൻ ചേട്ടനാണ്. ഇങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ചുമ്മാ ഒരു വാർത്ത ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് എന്റെ അമ്മയൊക്കെ നോക്കിയത് കണ്ണൻ ചേട്ടനാണെന്ന്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കണ്ണൻ ചേട്ടൻ ഞാനും പറഞ്ഞില്ല, ഇത്രയും വയസ്സ് വ്യത്യാസമാണ്. നമ്മൾ അങ്ങനെ ഭയങ്കര കമ്പനി അങ്ങനെയൊന്നും അല്ല. ഫാമിലി റിലേറ്റീവ് ആണ്, അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടി എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനുണ്ട് അശോക്, അവന് ഞാനും സെയിം ഏജാണ്. അവനൊക്കെ ആയിട്ടാണ് ഞാൻ കമ്പനി ആയിട്ടുള്ളത്. അപ്പൊ കണ്ണൻ ചേട്ടനെ ഞാൻ ലാസ്റ്റ് എപ്പോഴാണ് കാണുന്നത്? കണ്ണൻ ചേട്ടൻ്റെ അമ്മയായിട്ട് കണ്ണൻ ചേട്ടന് ഞാനും അങ്ങനെ വലിയ കമ്പനി ഒന്നുമല്ല. ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അച്ഛൻ മരിക്കുന്ന സമയവും അത് കഴിഞ്ഞ് എൻ്റെ അമ്മൂമ്മ മരിച്ച സമയവും അപ്പോഴൊക്കെ ഞാൻ കണ്ണൻ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. പുള്ളി ഭയങ്കര നമ്മളെ പോലത്തെ ആളല്ലല്ലോ. പുള്ളി ഭയങ്കര മറ്റേ ചിരിച്ച് കളിച്ച് നമ്മുടെ ഒരു രീതിയിൽ നടക്കുന്ന ആളായിട്ട് തോന്നിയായിരുന്നു. ചേച്ചി ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷെ ചേച്ചി ഭയങ്കര കമ്പനി ആയിരുന്നു. കണ്ണൻ ചേട്ടൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ്റെ ചേച്ചി അപ്പച്ചിയില്ലേ, ഞാൻ അത്തയെന്നാണ് വിളിക്കുന്നത്. അത്തയും ഞാനും ഭയങ്കര ക്ലോസ് ആണ്. നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ചുമ്മാ വേറെ കുറെ ന്യൂസ് അതൊന്നും പുള്ളിയുടെ അച്ഛനുമായിട്ടൊക്കെ നമ്മൾ കാണാറൊക്കെ. നമ്മൾ എറണാകുളത്ത് പോകുമ്പോൾ അവർക്ക് എറണാകുളത്ത് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി കാണാറൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൻ ചേട്ടനായിട്ട് സ്വാഭാവികമില്ല, കമ്പനിയില്ല. നമുക്ക് അതുകൊണ്ട് റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ് വന്നതിന് കുഴപ്പമൊന്നുമില്ല. ന്യൂസ് ചുമ്മാ എന്തോ പറയുന്നത്, മറ്റേ അച്ഛൻ്റെ അനിയൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല.
ഉള്ള ഒരു പുള്ളി അങ്കിളാണ്, പക്ഷെ പുള്ളി ഇവരുടെ തരത്തിൽ നിൽക്കും. കാര്യം പുള്ളി കാണാനും അത്രയും യങ്ങായിട്ടാണ് ഇരിക്കുന്നത്, ചിന്താഗതി അത്രയും സിമ്പതി ലെവലിലോട്ടൊക്കെ കൊണ്ടുപോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഫാമിലി ഫുൾ നോക്കിയത് കണ്ണൻ ചേട്ടനാണ്, എന്നിട്ട് നമ്മൾ കല്യാണത്തിന് പോയില്ല എന്നൊക്കെ പറഞ്ഞ് അനാവശ്യ ന്യൂസ് ഒക്കെ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലാത്തത് അല്ലാന്ന് തന്നെ പറയണമല്ലോ.